കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് കല്ലുകൾ ഒരു വീക്ക്നെസ് ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് തറക്കല്ലായിരുന്നു. പോകുന്ന എല്ലാ വഴിയും തറക്കല്ലിട്ട് പോകുന്ന ഒരു വീക്ക്നെസ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനും കല്ലൊരു വീക്ക്നെസ് ആണ്. കല്ലെന്ന് പറഞ്ഞാൽ പോരാ, കല്ല് കച്ചവടക്കാരാണ് അദ്ദേഹത്തിന്റെ വീക്ക്നെസ്. അതുകൊണ്ട് കല്ല് കച്ചവടക്കാരനെ സോഷ്യൽ മീഡിയയുടെ കോർഡിനേറ്ററാക്കും, അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി വിരുന്നു കൊടുക്കും, കല്ല് കച്ചവടക്കാരന്റെ വീട്ടിൽ അങ്ങോട്ടേക്ക് പോയി വിരുന്ന് സ്വീകരിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷേ ഇനി നമ്മൾ ആരെങ്കിലും വി ഡി സതീശന്റെ അടുപ്പക്കാരനെ, സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെ വലിയ അളവിൽ MDMA ആയി പിടിയിലായ വിവരം പുറത്തു പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ, അത് പരാതി കൊടുത്ത് പിൻവലിപ്പിക്കുകയും ചെയ്യും. റിപ്പോർട്ടർ ടിവിയുടെ വാർത്തകൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യിപ്പിച്ചു ഈ സർക്കാർ എന്നുകൂടി പ്രേക്ഷകർ അറിയണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്തയാണ് മെറ്റ ആദ്യം റിമൂവ് ചെയ്തിരിക്കുന്നത്. വലിയ ജനാധിപത്യവാദിയായ ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ് ശ്രീ വി ഡി സതീശൻ. ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി. ശ്രീ വി ഡി സതീശനെ അധികാരത്തിലേറ്റാൻ കേരളത്തിൽ ഒഴുകിയ പണം ഈ കല്ലുകച്ചവടക്കാർ വഴി ഈ നാട്ടിലെ മയക്കുമരുന്ന് മാഫിയയുടെ പണമാണോ എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വന്നാൽ മതി.